ഹായ് ഓൾ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ 2025 CGL പരീക്ഷ എഴുതിയ ആളുകൾക്കുള്ള Tier 2 പരീക്ഷ എഴുതിയ ആളുകൾക്കുള്ള ഓപ്ഷൻ കം പ്രിഫറൻസ് ഫോം എന്ന് മുതൽ വരുന്നുള്ളതിന് നോട്ടീസ് SSC വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. 3 നോട്ടീസാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഫൈനൽ വേക്കൻസി വന്നിട്ടുണ്ട്, പിന്നെ ഓപ്ഷൻ പ്രിഫറൻസ് ഫോമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, പിന്നെ എന്താണ് എങ്ങനെയാണ് ഇപ്പോൾ പ്രിഫറൻസ് ഫോം ഏകദേശം ഈ 3 കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. നോക്കിയാ ഇതാണ് സംഭവത്തിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. ഒന്ന് ഡേറ്റ് ആണ് ഫസ്റ്റ് പറഞ്ഞു നോക്കണ്ട. രണ്ടാമത്തെ നോക്കിയേ, ഇത് 9/3/2026 മുതൽ 12/3/2026 വരെ, അതായത് ഇന്നിപ്പോൾ 6-ാം തീയതിയാണ്, നാളെയല്ല മറ്റന്നാളല്ല, അതായത് എനിക്കൊന്ന് തിങ്കളാഴ്ച വൈകുന്നേരം 6 മണി മുതൽ 9, 10, 11 വ്യാഴാഴ്ച വൈകുന്നേരം 6 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെങ്ങനെ കൊടുക്കണം വെച്ചാൽ ഫിസിക്കൽ ഫോം ആയിട്ടൊന്നുമല്ല. പണ്ടൊക്കെ നമ്മൾ ഫിസിക്കൽ ഫോം ഫില്ല് ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്യും. ഇപ്പം അങ്ങനെയല്ല, നമ്മുടെ SSCൻ്റെ സൈറ്റിൽ കയറിയിട്ട് ലോഗിൻ ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. അപ്പോൾ കൃത്യമായിട്ട് ഓരോ പോസ്റ്റിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം. കൊടുത്തതിന് ശേഷം ലാസ്റ്റ് സബ്മിറ്റ് കൊടുക്കണം എന്ന് പ്രത്യേകതയിൽ പറയുന്നുണ്ട്. അല്ല വെറുതെ ഫോം ഫില്ല് ചെയ്ത് മാത്രം വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ബാക്ക് അടിച്ച് പോകുന്നു കഴിഞ്ഞാൽ അതവിടെ സബ്മിറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ കൃത്യമായിട്ട് അത് സബ്മിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഉറപ്പ് വരുത്തുക കേട്ടോ. സബ്മിറ്റ് ബട്ടൺ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. പിന്നെ വേറെ എന്താ, നമ്മളെ സൈറ്റ് എല്ലാവർക്കും അറിയാം, നമ്മളെ ലോഗിൻ സൈറ്റ് വഴിയാണ് ചെയ്യേണ്ടത്. പിന്നെ PWD കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, അവർക്ക് എല്ലാ പോസ്റ്റിനും എലിജിബിൾ അല്ല. PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ട്, പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ട്, അവരെല്ലാ പോസ്റ്റിനും എലിജിബിൾ അല്ല, ചില പോസ്റ്റുകൾക്കാണ്. അപ്പോൾ കൃത്യമായിട്ട് ആ പോസ്റ്റുകൾ മാത്രം എന്ത് ചെയ്യുക, പ്രിഫറൻസ് ഫോമിൽ കൊടുക്കുക. നാളെ നിങ്ങൾ എല്ലാ പോസ്റ്റും കൊടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും, നിങ്ങളെ ഫിസിക്കലും മെഡിക്കലും നോക്കുമ്പോൾ നിങ്ങൾ അതിന് എലിജിബിൾ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സ് മാത്രമല്ല, ചില ഫിസിക്കൽ സ്റ്റാൻഡേർഡോ ഫിസിക്കൽ കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇപ്പോൾ GST, പ്രിവെൻറ്റീവ് ഓഫീസർ, എക്സാമിനർ, CB അങ്ങനത്തെ ചില പോസ്റ്റുകൾക്ക് ഫിസിക്കൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാരൊന്നും പോയിട്ട് എന്ത് ചെയ്യരുത്, GST കൊടുക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് നാളെ GST കിട്ടിക്കഴിഞ്ഞാൽ കളർ ബ്ലൈൻഡ്നെസ് ആണെങ്കിൽ അവരത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിജക്റ്റ് ആയിപ്പോൾ. പിന്നെ എനിക്ക് നല്ല മാർക്ക് ഉണ്ട്, അതിന് താഴെയുള്ള പോസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം എല്ലാവർക്കും അവിടെ ഫൈനൽ അലോക്കേഷൻ അടക്കമാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഫിക്സ് ഫ്ലോട്ട് ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. ഇപ്പോൾ എന്തായാലും കൃത്യമായിട്ട് നമുക്ക് ഏത് പോസ്റ്റാണ് വേണ്ടത് അതിനനുസരിച്ച് അത് മുകളിൽ കൊടുക്കുക കേട്ടോ. വേറെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല, പ്രത്യേകം പറയുന്ന ഇത്ര കാര്യമുള്ള. അവരെന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് 12-ാം തീയതി വൈകുന്നേരം 6 മണിൻ്റെ ഉള്ളിൽ ഈ കാര്യം ചെയ്യാൻ നോക്കുക. അവസാന നിമിഷത്തേക്കൊന്നും പോകരുത്. SSCൻ്റെ സൈറ്റുകളൊന്നും അത്ര വലിയ ഒരുപാട് തള്ളുകളൊന്നും എന്താ പറയുക, ഒരുപാട് ആളുകളൊന്നും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അയക്കാൻ പറ്റിയ സൈറ്റൊന്നും അല്ല. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ 9-ാം തീയതി തുടങ്ങി കഴിഞ്ഞാൽ മാക്സിമം 10-ാം തീയതി തന്നെ, അല്ലെങ്കിൽ 9-ാം തീയതി രാത്രി തന്നെ പോയിട്ട് ധൃതി കൂട്ടി ചെയ്യാൻ നിൽക്കേണ്ട. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. 10-ാം തീയതി എന്ത് ചെയ്യുക, നിങ്ങൾ 10-ാം തീയതി 11-ാം തീയതിക്കായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഒരിക്കലും അത് ഡിലേ ആക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഈ നോട്ടീസിൽ പറയുന്നത്. പിന്നെ മെയിനായിട്ട് 2 നോട്ടീസ് വേറെ ഉള്ളത്. ഒന്ന് പോസ്റ്റ് പ്രിഫറൻസിൻ്റെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്, സാമ്പിൾ ഫോം. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പല ആൾക്കാരും കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ആളുകളുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യത്തെ കോഡായിരിക്കില്ല ഇപ്രാവശ്യത്തെ പോസ്റ്റിൻ്റെ കോഡ്. അപ്പോൾ ഈ പോസ്റ്റ് കോഡൊക്കെ നോക്കി വെക്കുക. നിങ്ങൾക്ക് ഏത് പോസ്റ്റാണോ വേണ്ടത് നോക്കിയേ, ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന പോസ്റ്റ് കോഡ്. കാരണം നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ പോസ്റ്റ് കോഡാണ് കൊടുക്കുക, അല്ലാതെ ഇപ്പോൾ പോസ്റ്റിൻ്റെ പേരല്ല കേട്ടോ. ഈ പോസ്റ്റ് കോഡൊക്കെ നോക്കി വെക്കുക. നോക്കിയാൽ B01 എന്ന് പറയുന്നത് എന്താണ്, എക്സാമിനറാണ്. B02 എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റീവ് ഓഫീസറാണ്. അങ്ങനെ ഓരോന്നിൻ്റെ നിങ്ങൾക്ക് ഏത് പോസ്റ്റാണോ വേണ്ടത് അതിൻ്റെയൊക്കെ കോഡുകൾ നോക്കി വെക്കുക. പേരെല്ലാം നോക്കി വെക്കേണ്ടത് ഈ ഫോമിൽ നോക്കിയിട്ട് അതിൻ്റെ കോഡുകൾ നോക്കി ഏകദേശം താഴോട്ട് വരാൻ ഓരോന്നിനും ഓരോ പോസ്റ്റിനും ഓരോ കോഡാണ്. അങ്ങനെ 58ഓളം പോസ്റ്റുകളും അതിന് 58 കോഡുകളും ഉണ്ട്. അപ്പോൾ ഈ കോഡുകൾ കൃത്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫില്ല് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം B02 ആയിരുന്നു, B20 ആയിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്രാവശ്യത്തെ കോഡാണ് നോക്കണ്ട. അല്ല നിങ്ങൾ ഏതെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ കോഡുകൾ വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ പോസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച പോസ്റ്റല്ല. അപ്പോൾ കൃത്യമായിട്ട് ഈ ഫോം നോക്കട്ടാ, ഈ ഫോമിലുള്ള കോഡുകൾ. അതുപോലെ തന്നെ നോക്കിയാൽ ഇതൊക്കെ ഈ D52 എന്ന് പറയുന്നത് BRO ആണ്. BROയിൽ നമുക്കറിയാം ഫീമെയിൽസിന് അലോഡ് അല്ല. അപ്പോൾ മെയിൽസിന് മാത്രമേ ആ പോസ്റ്റുകൾ പറ്റുള്ളൂ. അപ്പോൾ ആ പോസ്റ്റ് ഒന്നും ഇത് ഫീമെയിൽസ് പോയിട്ട് കൊടുക്കാൻ നിൽക്കേണ്ട, മെയിൽസിന് മാത്രം. ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കി എല്ലാ പോസ്റ്റും ബോത്ത് ഫീമെയിൽ ആൻഡ് മെയിൽ നമ്മൾ ഫിസിക്കൽ മെഡിക്കൽ ക്രൈറ്റീരിയ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഈ പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നോക്കിയോ കേട്ടോ. നമുക്ക് വേണ്ട എപ്പോഴും ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി ഇതെങ്ങനെയാണ് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം കുറേ ആൾക്കാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനി അത് പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് നമ്മൾ ഒരാഴ്ച നമ്മൾ ആപ്പിൽ കൊടുക്കുക ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളത് യൂട്യൂബിൽ നമ്മൾ ആ വീഡിയോ ഒരു 1.5 മണിക്കൂറിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അതിൽ നമ്മളെ ഇപ്പോൾ സർവീസിലൊക്കെ ഇരിക്കുന്ന ആളുകൾ അവരുടെ പോസ്റ്റിനെ പറ്റി എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പോസ്റ്റിനെ പറ്റി അറിയണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. പിന്നെയുള്ളതാണ് ഫൈനൽ വേക്കൻസിയും ഇന്ന് തന്നെ വന്നിട്ടുണ്ട്. ഫൈനൽ വേക്കൻസി ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക കേട്ടോ. ഇതിനു മുമ്പ് നിങ്ങൾ കണ്ട വേക്കൻസി എന്ന് പറഞ്ഞാൽ പോലെയല്ല, ഫൈനൽ വേക്കൻസി ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കിയ ശേഷം കൊടുക്കുക. ഫൈനൽ വേക്കൻസി നേരത്തെ 14,580 അങ്ങനെ എന്തായിരുന്നു വേക്കൻസി. പക്ഷേ ഇപ്പോൾ വേക്കൻസി എന്ന് പറയുന്നത് എത്രയാണ് നോക്കിയേ, ഇത്രയുണ്ട് താഴെ പല പോസ്റ്റുകളായിട്ട് 15,130 വേക്കൻസി. ഏകദേശം 600ഓളം വേക്കൻസി കഴിഞ്ഞ ജൂൺ ജൂലൈ മാസത്തിൽ വന്ന വേക്കൻസിനേക്കാളും കൂടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി അറിഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ പല RTA കൊടുത്ത് പല ഗ്രൂപ്പുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാലും എന്ത് ചെയ്യുക, നോക്കുക ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. ഒരു 600 വേക്കൻസിയോളം കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നോക്കി കണ്ടൊക്കെ ചെയ്യാം. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങൾ പരീക്ഷ എഴുതി Tier 1 എഴുതി Tier 2 എഴുതി ക്വാളിഫൈ ആയി ഇത്രയും നല്ല പെർഫോമൻസ് ഇത്രയും നല്ല മാർക്കും വെച്ച് ലാസ്റ്റ് പോസ്റ്റ് പ്രിഫറൻസിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് കുളമാക്കരുത്. ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഏതൊരു വർഷം
ഏതോ ഒരു കുട്ടി ടോപ്പ് 10 എത്തിയ ഒരു കുട്ടി എടുത്ത പോസ്റ്റ് ടാക്സ് അസിസ്റ്റൻ്റാണ്. ടാക്സ് അസിസ്റ്റൻ്റ് മോശമായതുകൊണ്ടല്ല, പക്ഷേ ടോപ്പിലെത്തിയ കുട്ടി തന്നെ അവർ വേണ്ട പോസ്റ്റ് കിട്ടും. അവൻ ചൂസ് ചെയ്തതാണോ പോസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് മാറിപ്പോയതാണോ ഒന്നും നമുക്കറിയില്ല. പിന്നെ വൺസ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് മാറ്റാനുള്ള ഓപ്ഷനും നമുക്ക് ഉണ്ടാവില്ല. 12-ാം തീയതി വൈകുന്നേരം 6 മണിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏതാണോ കൊടുത്തത് അതായിരിക്കും ഫൈനൽ. പിന്നെ അതിനുശേഷം നമുക്ക് ഇന്നതായിരുന്നു മറ്റേതായിരുന്നു മാറ്റാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ ഏകദേശം ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം പരീക്ഷ കഴിഞ്ഞിട്ട് കുറേ ആയി മാർക്കൊക്കെ വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും എത്ര മാർക്ക് എനിക്കുണ്ട്, ഏകദേശം എവിടെയാണ് എൻ്റെ റാങ്ക് കിടക്കുന്നത് ഉണ്ടാവുക, അപ്പോൾ ഏത് പോസ്റ്റൊക്കെയാണ് കിട്ടാൻ സാധ്യത ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുക. ആ ഐഡിയക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാർക്കൊക്കെ കുറവാണെങ്കിൽ ഏകദേശം എല്ലാ പോസ്റ്റും തന്നെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാതെ കുറച്ച് പോസ്റ്റ് മാത്രം കൊടുക്കരുത്. ഇപ്പോൾ ടോപ്പിലുള്ള ആൾക്ക് കുഴപ്പമില്ല, നല്ല മാർക്കുള്ള ആൾക്കാണെങ്കിൽ അവർ വിചാരിച്ച പോസ്റ്റിന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ 4-5 പ്രിഫറൻസ് മാത്രം കൊടുത്താൽ മതിയാലും. പക്ഷെ എന്നാലും അവരും എന്ത് ചെയ്യുക, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ 58 പോസ്റ്റുകൾ താഴോട്ട് കൊടുക്കുക. എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ മാർക്ക് അങ്ങോട്ടോടെ മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പോസ്റ്റ് കിട്ടിയില്ലെങ്കിലും താഴെയുള്ള ഏതെങ്കിലും പോസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മാർക്ക് കുറച്ച് കുറഞ്ഞു, ചെറുതായിട്ട് ഏതെങ്കിലും ഒരു പോസ്റ്റ് കിട്ടാൻ സാധ്യതയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, അടുത്ത പരീക്ഷ കൂടെ ഒന്ന് പ്രിപ്പയർ തുടങ്ങുക. ഈ പരീക്ഷയിൽ നിന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കരുത്. ഓക്കെ, ഇനി ഏതെങ്കിലും അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ നിങ്ങൾ CGL റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, CHSL പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാനോ MTS വേണ്ടി അപ്ലൈ ചെയ്യാനോ ഒന്നും ആരും നിൽക്കരുത്. അതുകൊണ്ടാണ് SSC ഇങ്ങനെ പരീക്ഷ നടത്തുന്നത്. അതായത് CGL കഴിഞ്ഞതിന് ശേഷം CHSL, അതിനുശേഷം MTS. അപ്പോൾ CGL വൺസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആളുകൾ പോയിട്ട് CHSലും MTSും എഴുതി വെറുതെ എല്ലാ റാങ്ക് ലിസ്റ്റിലും എൻ്റെ പേരുണ്ട് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം വേറൊരു ആളുടെ വേക്കൻസിയാണ് നിങ്ങളവിടെ കളയുന്നത്. ഈ കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. CGL റാങ്ക് ലിസ്റ്റ് വന്നു, നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തോളൂ. അല്ലെങ്കിൽ അതിൽ CGL എന്ത് ചെയ്യുക, മുകളിലോട്ട് ഏത് പോസ്റ്റ് വാങ്ങാൻ പറ്റും എന്നുള്ള കാര്യം നോക്കി ചെയ്യുക. അല്ലാതെ താഴോട്ടുള്ള പോസ്റ്റുകൾ വെറുതെ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ കുറേ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും അഡ്വാൻറ്റേജ് കിട്ടാനില്ല. വേറൊരാളുടെ വേക്കൻസി മാത്രമേ നിങ്ങൾ കൊണ്ടുപോയി കളയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ശരി, കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും നന്നായിട്ട് ഇത് നോക്കി കണ്ടൊക്കെ ചെയ്യട്ടോ. ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജാണെന്ന് മനസ്സിലാക്കുക. ജോലി ഏത് വേണം, നമ്മൾ നാളെ ഏത് ജോലി ചെയ്യണം തീരുമാനിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ ഈ 3 ദിവസം വളരെ നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെ നോക്കിയിട്ട് കണ്ടൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.